പാപത്തിന് 4 തരത്തിൽ പരിണിതഫലമുണ്ടാകും. ഏതൊരു പാപവും നാം ചെയ്താൽ ദൈവകൽപ്പനകൾ രഹസ്യമായോ പരസ്യമായോ നാം ലംഘിക്കുകയാണ് എങ്കിൽ 4 തരത്തിലുള്ള പരിണിത ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങൾ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ കടയിൽ സൂക്ഷിക്കേണ്ട കാര്യം, ഞാൻ എപ്പോഴും ഈശോയിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതായത് സുവിശേഷ വചനങ്ങളെ നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. സുവിശേഷ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനങ്ങൾ, ഈശോ മിശിഹായിലൂടെ അപ്പസ്തോലന്മാരിലൂടെ നൽകപ്പെടുന്ന തിരുവചനങ്ങളെ കണ്ണും പൂട്ടി നിങ്ങൾ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം. സ്ഥലമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. ബൈബിൾ ധ്യാനിക്കുമ്പോൾ മനസ്സിലാകുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്. ഒരു വചനങ്ങൾ ഒരിടത്തൊരു കോംപ്രമൈസ് ഇല്ല. ഒരു കോംപ്രമൈസ് എന്ന് വെച്ചാൽ പാപവുമായിട്ട് ചേർന്ന ഒരു കാര്യം, കുഴപ്പമില്ല എന്നൊരു കാര്യം പറയുന്ന ഒരിടത്ത് നമ്മൾ കാണാൻ പറ്റത്തില്ല. സ്ഥലമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അതാണ് സുവിശേഷത്തിൽ അകത്ത് ഒരു അപ്പസ്തോലന്മാരോ അവരാരും പറഞ്ഞിട്ടുള്ള നൽകുന്ന തിരുവചനങ്ങൾ ഒരിടത്തും ഒരു കോംപ്രമൈസ് പറയുന്ന, സാരമില്ല അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്ന ഒരൊറ്റ സെൻറ്റൻസ് പോലും നമ്മൾ കാണില്ല, ഒരു വചനം പോലും. കാരണം അവരെല്ലാം ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിച്ചത്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഓരോ വചനങ്ങളിലും സംസാരിച്ചത് ആരാണ്? ഉറക്കെ പറഞ്ഞ ആരാണ്? ഒരാണ് പറഞ്ഞേ, പരിശുദ്ധാത്മാവാണ്, ഹോളി സ്പിരിറ്റാണ്. സ്വരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ വചനങ്ങളെ നമ്മൾ നിസ്സാരമായിട്ട് നിങ്ങൾ എടുക്കരുത്. കാരണം വെച്ചാൽ ഇത് നിങ്ങളുടെ ആത്മാവിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നിസ്സാരമായിട്ട് എടുക്കരുത്. കാരണം എന്താണ്? ഇത് എന്തിനെ ബാധിക്കും പറഞ്ഞേ? ആത്മാവിനെ ബാധിക്കും, നിത്യജീവിതത്തെ ബാധിക്കുന്നതാണിത്. ആയതിനാൽ ഒരു കാരണവശാലും നമ്മളതിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. സ്ഥലമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. സാത്താൻ ബൈബിൾ ഉപയോഗിക്കാറുണ്ട്. ബൈബിൾ പഠിക്കുകയാണ്. ദൈവവചനം ഉപയോഗിച്ച് തന്നെയാണ് സാത്താൻ ചില സമയത്ത് മനുഷ്യരെ വഴിതെറ്റിക്കുന്നത്. സ്ഥലമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനം നമ്മൾ വായിക്കുമ്പോൾ. അപ്പോൾ ലൂക്കാ 4:1 തൊട്ട് അതും 10 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. മരുഭൂമിയിൽ വെച്ച് ഈശോ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ സാത്താൻ വന്നിട്ട് ഈശോയെ പ്രലോഭിപ്പിക്കുന്ന കാര്യം നമുക്കറിയാം. കല്ലുകളെ അപ്പമാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന്, ഒക്കെ പറഞ്ഞ്, അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. സ്വരമെടുത്ത് പറഞ്ഞ് ഹല്ലേലൂയ. ഉടനെ അടുത്ത നിമിഷം സാത്താൻ എന്താ ചെയ്യുന്നത്? യേശുവിനെ കൂട്ടിക്കൊണ്ട് ഒരു വലിയൊരു മലമുകളിലേക്ക് പോകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 4:5 മുതൽ 7 വരെയുള്ള വചനം. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് വലിയ അർത്ഥം, ആ വചനത്തിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തന്ന ഇങ്ങനെയാണ്. അതായത് നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. ഇതേത് വചനം? എവിടെയുള്ള വചനം എന്ന് പറയാമോ? പറഞ്ഞേ. സങ്കീർത്തനം സങ്കീർത്തനം 91 എന്നും വായിക്കുന്ന ഒരാളാണ് ആര്? പിശാച്. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. കാണാപ്പാടം അറിയാവുന്ന ആളാണ് സാത്താൻ. സങ്കീർത്തനം 91 കാണാപ്പാടം അറിയാവുന്നവനാണ് പിശാച്. അതുകൊണ്ട് അവൻ സങ്കീർത്തനം 91 ഈശോയോട് പറയുക. പ്രൈസ് ദി ലോർഡ്. മിക്കവാറും നിങ്ങളെല്ലാവരും തന്നെ ചൊല്ലുന്നതായിരിക്കും സങ്കീർത്തനം 91 എനിക്ക് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. എവിടെ പോയാലും സങ്കീർത്തനം കർത്താവിൻ്റെ അറിയാം. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. കർത്താവിൻ്റെ സംരക്ഷണം എന്നുള്ള സങ്കീർത്തനം. അപ്പോൾ അതിൽ നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ ദൈവദൂതന്മാർ നിന്റെ കൈകളിൽ താങ്ങിക്കൊള്ളും. അതുകൊണ്ട് നീ ചാടിക്കോ. അതുകൊണ്ട് നീ ദേവാലയത്തിന് മുകളിൽ ചാടിയാലും നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിന്റെ കൈകാലം ഒടിയോ, നീ മരിക്കോ, ഒന്നും ചെയ്യില്ല. ധൈര്യമായിട്ട് ചാടിക്കോ. അതാണ് സാത്താൻ്റെ പ്രബോധനം. അതായത് നീ ദൈവകൽപ്പനകൾ ലംഘിച്ചു, നീ പാപം ചെയ്തു, നീ എന്ത് ചെയ്താലും ദൈവം കരുണ്യവാനാ.
ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഒന്നും സംഭവിക്കില്ല. നിന്റെ ആത്മാവിനെ ഒന്നും ബാധിക്കില്ലെന്നേ, ഒന്നും ബാധിക്കില്ല. കട്ടെടുത്താലോ, തെറ്റായ വഴി സമ്പാദിച്ചാലോ, കുഞ്ഞുങ്ങളെ കൊന്നാലോ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അറുത്തു കൊന്നാലോ, അബോർഷൻ നടത്തിയാലോ, പണത്തിന് വേണ്ടി, പേരിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി വഴിവിട്ട ബൈബിൾ വിരുദ്ധമായ വഴിയിലൂടെ പോയാൽ ഒന്നും സംഭവിക്കില്ല. നീ പ്രാർത്ഥിക്കുന്ന ആളല്ലേ, നീ പള്ളിയിൽ പോകുന്ന ആളല്ലേ, നീ കുമ്പസാരിക്കുന്ന ആളല്ലേ, ഒന്നും പേടിക്കേണ്ടെന്നേ. നീ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ ദൈവദൂതന്മാർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. അത് സാത്താൻ്റെ പ്രബോധനമാണ്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, യേശുവേ നന്ദി. ഇന്ന് ലോകത്തിൽ അത് ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ദൈവമക്കളുടെ തലയിലോട്ട് അത് കയറിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിപ്പോൾ പലരും ഓടുന്നത് ഭൗതികമായ സുരക്ഷിതത്വം, ഭൗതികമായ നന്മ, വസ്തുക്കളുടെ നിലനിൽപ്പ്, അതിനെ ലക്ഷ്യമാക്കി ഓട്ടത്തില്ല. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, അതുമാത്രം. പക്ഷേ നിങ്ങൾ നോക്കണം, ഈ ഭൗതികമായ ഇതിൻ്റെ പിന്നാലെ പോകും നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആത്മാവ് നഷ്ടപ്പെടാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കും, സുവിശേഷത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. നിങ്ങൾ യേശുവിനെ നിങ്ങൾ ഏറ്റു പറയണം. അതുകൊണ്ട് നിങ്ങളത് വളരെ ഗൗരവമായ കാര്യം. അതുകൊണ്ട് സാത്താൻ പറയും കുഴപ്പമില്ല, പാപം ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അപ്പനെ അമ്മയും ഉപദ്രവിച്ചാലും കുഴപ്പമൊന്നുമില്ല, അപ്പനെ ഒക്കെ ഗൗരവ പാപം തന്നെ, പാപത്തിന് പാപം തന്നെ എന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് വേറെ വാക്കുകൾ കൊണ്ടൊന്നും നമ്മൾ പറയരുത്. അപ്പോൾ ദൈവകൽപ്പനകൾ, ദൈവിക നിയമങ്ങൾ രഹസ്യമായോ പരസ്യമായോ ലംഘിക്കുമ്പോൾ 4 തരത്തിൽ പരിണിത ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒന്നാമത്തെ പരിണിത ഫലം, ദൈവബന്ധം മുറിഞ്ഞു പോകുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകുന്നു. മറ്റൊരു വാക്കിൽ നമുക്ക് സ്വർഗം നഷ്ടപ്പെടുന്നു, സ്വർഗീയ ജീവിതം നഷ്ടപ്പെടും. മനസ്താപപ്രകരണത്തിൽ നമ്മൾ പറയാറുണ്ട്, ഞാൻ എൻ്റെ പാപം ചെയ്ത് സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്ന് ഞാൻ ഖേദിക്കുന്നു. പാപി ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ആ സ്വർഗം നഷ്ടപ്പെടുന്നു ഞാനിപ്പോൾ. അതാണ് ഏറ്റവും വലിയ കാര്യം. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പലപ്പോഴും ഓർമ്മിക്കാറുണ്ട്, നമ്മുടെയൊക്കെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ശവടക്കളും അതൊക്കെ സംഭവങ്ങൾ നടക്കുന്നതാണ്. ഒത്തിരിയേറെ ആളുകൾ മരിച്ചു പോകുന്ന സ്ഥലങ്ങളാണ് ഒക്കെ അറിയാം. അപ്പോൾ ആഴ്ചയിലൊക്കെ ഇഷ്ടംപോലെ ശവടക്കൾ നടക്കുന്ന. പക്ഷെ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കുന്ന കാര്യമുണ്ട്, ഞാൻ വിശുദ്ധരുടെ കല്ലറകളും നമ്മുടെ കല്ലറകളെക്കുറിച്ച് ഒരു താരതമ്യ പഠനം നടത്തുക. സ്വരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയാ. അൽഫോൻസാമയുടെ കല്ലറയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ 100 കണക്കിന് ആളുകൾ എപ്പോഴും ഉണ്ട്. എനിക്ക് കോടിക്കണക്കിന് ആളുകൾ അവിടെ വന്ന് ആ കല്ലറയിൽ പിടിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. അത് വെറുതെ പ്രാർത്ഥിക്കുന്നതല്ല, അത് ഇന്ന് തുടങ്ങിയതല്ല. അൽഫോൻസാമ മരിച്ചു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം മുതൽ അവിടുത്തെ കല്ലറയിൽ കുട്ടികൾ, ആ നാട്ടിലുള്ള കൊച്ചു കുട്ടികൾ പോയിട്ട് തിരികത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പറയുന്നത്. അന്ന് വിശുദ്ധിയെന്നോ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ആളുകൾ പോയിട്ട് തിരികത്തിച്ച് പ്രാർത്ഥിക്കും. അവർ വെറുതെ സാധാരണ കല്ലറയിൽ പോയെന്ന് പ്രാർത്ഥിക്കുന്നതും അല്ലാണ്ട് അതിന് വലിയ പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്തിട്ടില്ല, യാതൊരു ബാഹ്യമായതൊന്നും. എല്ലാ കല്ലറയും പോലെ, പക്ഷേ ഈ കല്ലറയെങ്കിൽ പോയിട്ട് ആളുകൾ പ്രാർത്ഥിക്കും. ഞാനെന്ന് പറയും, അങ്ങനെ പ്രാർത്ഥിപ്പിക്കാനായിട്ട് ആളുകൾക്ക് പ്രേരണ കൊടുത്തത് അത് പരിശുദ്ധാത്മാവാണ്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോൾ ആ കല്ലറയിൽ പോയിട്ട് തിരികത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില നിയോഗങ്ങൾ വെക്കുമ്പോൾ അതേപടി അത്ഭുതം നടക്കുകയാണ്, സൗഖ്യങ്ങൾ സംഭവിക്കുക. അതെല്ലാം ദൈവം ആ ആളുടെ അല്ലെങ്കിൽ അൽഫോൻസാമയുടെ ജീവിതം മഹത്വമുള്ള അല്ലെങ്കിൽ വചനാധിഷ്ഠിത ജീവിതമായിരുന്നു, സുവിശേഷ അധിഷ്ഠിതമായ ജീവിതമായിരുന്നുവെന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തുന്നതാണ് കല്ലറകളിൽ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും. അതോടൊപ്പം തന്നെ ഈ അൽഫോൻസാമ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ അടുത്ത്, പുത്രൻ തമ്പുരാൻ്റെ അടുത്ത്, പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത്, പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ഉണ്ട്, അവിടെ ഉണ്ട്. അതായത് ഈ വിശുദ്ധര് അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. അവരവിടെ പോയിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഇവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവം തൻ്റെ ആത്മാവിനെ ആ മക്കളിലേക്ക് വർഷിച്ചുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും കൊടുക്കുന്നു എന്നതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ എൻ്റെ കൊണ്ട് ഈശോ പറയുന്ന കാര്യം ഇതാണ്. അപ്പോൾ അങ്ങനെ അൽഫോൻസാമയോട് അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് പോകാൻ തുടങ്ങി. ആളുകൾ പോകുന്നു, വെറുതെ പോകുന്നല്ല. അവിടെ ചെല്ലുമ്പോൾ അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന അനുഭവം ഉണ്ടായി. അവിടെ ചെല്ലുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു.
അനുഗ്രഹങ്ങൾ കിട്ടുന്നു. ഒത്തിരി വേദനയുടെയും ദുഃഖങ്ങളുടെ നടുവിൽ പോകുമ്പോൾ അവിടെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നു. എന്തോ ഒരു മാറ്റം വരുന്നു. അൽഫോൻസാമ്മയുടെ ഇപ്പോൾ കുടുംബാളൂരൊക്കെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. അവിടെ വീടുകൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് ആളുകൾ പറയും, ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പോകുമ്പോൾ അറിയാതെ തന്നെ വിശുദ്ധയാകാനുള്ള ആഗ്രഹമുണ്ടാകുന്നു. എന്തോ മനസ്സിന് വലിയ മാറ്റമുണ്ടെന്നു, കുമ്പസാരിക്കാൻ തോന്നുന്നു, പശ്ചാത്തപിക്കാൻ തോന്നുന്നു, മാനസാന്തരപ്പെടാനുള്ള ആത്മാവിൻ്റെ പ്രേരണ കിട്ടുന്നു. ഈ സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ അങ്ങനെ ചേഞ്ചസ് ഞങ്ങൾ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. എന്താണ് ഇതിൻ്റെ കാരണം? എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ അവരെല്ലാം ദൈവത്തിൻ്റെ ആത്മാവായി അല്ലെങ്കിൽ ദൈവാത്മാവുമായിട്ട് ചേർന്നിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത് തിരിച്ചു വരിക. അനേക കല്ലറകൾ നമുക്ക് ചുറ്റുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കല്ലറകളിൽ പോയിട്ട് നാട്ടിലുള്ള ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുടുംബക്കാരോ ഇടവക്കാർ ഓരോ ദിവസം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടുകാരുടെ വേണമെങ്കിൽ കല്ലറയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് അവർ പോലും പ്രാർത്ഥന നിർത്തി. പ്രൈസ് ദി ലോർഡ്. വർഷത്തിലൊന്നാക്കി ഇടയ്ക്കിടയ്ക്കൊക്കെ വല്ലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് പോവുകയും സ്ഥിരമായിട്ടൊരു പ്രാർത്ഥനയൊന്നും കാണാറില്ല. അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. വളരെ ചുരുക്കം. അതുപോലെ ആളുകൾ, സഭാമക്കൾ, വൈദികർ, മെത്രന്മാർ, അച്ഛന്മാർ അല്ലെങ്കിൽ ദൈവജനം പോയിട്ട് നിങ്ങളുടെ അപ്പൻ്റെ, നിങ്ങളുടെ അമ്മയുടെ, നിങ്ങളുടെ ഭർത്താവിൻ്റെ കല്ലറയെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ മകൻ്റെ, മകളുടെ കല്ലറയെങ്കിൽ പോയിട്ട് അവർ പോയി തിരികെത്തിച്ച് മുട്ടുമേ നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്തൊന്നും മിണ്ടാത്ത? യേശുവേ നന്ദി. അവിടെ പോയി കുട്ടികൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? യുവാക്കൾ, യുവതികൾ അൽഫോൻസാമ്മയുടെ കല്ലറയെങ്കിൽ പോയി പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങളുടെ കല്ലറകളിൽ പോയി എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങളുടെ കല്ലറ കാണാൻ നല്ല ഒന്നാം തരം കല്ലറ. പ്രൈസ് ദി ലോർഡ്. നല്ല സ്ലാബ്, നല്ല ലിറിക്സ്, അതിൻ്റെ പേരും എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ആൾ വലിയ ആളാന്ന് തോന്നും. അൽഫോൻസാമ്മയെ വിശുദ്ധിയാക്കാൻ വേണ്ടി ആരും പണം മുടക്കിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതാരും അതിൻ്റെ പുറകെ പോയിട്ട് റെക്കമെൻഡേഷൻ നടത്തിയിട്ടില്ല. തന്നെ ആയതാന്ന് പറഞ്ഞു. തനിച്ച് അതൊരു പ്രത്യേക എല്ലാവരും കൂടി അത് ദൈവജനത്തിൻ്റെ അനുഭവമായിരുന്നു. ദൈവജനത്തിൻ്റെ അനുഭവം. ആ കല്ലറയിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവജനത്തിന് ദൈവവുമായിട്ട് അടുക്കാനായിട്ട് പറ്റുന്നു. അൽഫോൻസാമ്മയുടെ കല്ലറയിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പം ഞാൻ പോയി പ്രാർത്ഥിച്ചു നിരവധി പ്രാവശ്യം. അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ പോയി മുട്ടുകുത്തുമ്പോൾ ഈ അൽഫോൻസാമ്മയിലൂടെ ത്രിയേക ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ട് പറ്റുന്നു. അപ്പം ആ ഒരു അനുഭവം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കല്ലറയിൽ പോയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ അനുഭവം ഉണ്ടാകാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എനിക്ക് ബൈബിളിലെ ഒരു വചനം ഒത്തിരി പേടിയുള്ള വചനമുണ്ട്. അത് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന വചനം, സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പ്രവചിക്കുന്ന പ്രവാചകന് ദുരിതം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പ്രവചിക്കുന്ന ഒരു വചനം കയറിയാണ് ജെറമ്യാ 6:14 വചനം. അവർ അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വെച്ച് കെട്ടുന്നത്. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനമെന്ന് അവർ പറയുന്നു. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും പറയുന്നുണ്ട്. ജെറമ്യാ 8:10-11 വചനമുണ്ട്. അവിടെയും പറയുന്നു, അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ അവർ വെച്ച് കെട്ടുന്നത്. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്നവർ പറയുന്നു, പ്രവചിക്കുന്നു. അതായത് അച്ഛൻ പറഞ്ഞു വന്നതല്ല. നമ്മൾ പലപ്പോഴും പറയും, അവിടെ എൻ്റെ അപ്പൻ വിശുദ്ധനാ, എൻ്റെ അമ്മ വിശുദ്ധയാ. നമ്മളല്ല പറയേണ്ടത്, ദൈവമാണ് പറയേണ്ടത്, സഭയാ പറയേണ്ടത്. സഭാ മക്കളുടെ അനുഭവം ഉണ്ടാവണം. അപ്പം അതിൻ്റെ കാരണം എന്താ? അപ്പം അങ്ങനെ ഒരു കല്ലറയായിട്ട് മാറുന്നില്ല. ശരിക്കും അതല്ല വേണ്ടത്. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും നമ്മൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിതമാണ്, ദൈവഹിതത്തിനനുസരിച്ച ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കല്ലറകൾക്ക് ആ ഒരു അഭിഷേകം ഉണ്ടാകുകയല്ലേ. ഇറക്കുന്നുണ്ട് വിശുദ്ധ അമ്മത്രസ്യ. സഭയിലെ വലിയ വിശുദ്ധരിലൊന്നാണ് വിശുദ്ധ അമ്മത്രസ്യ. അമ്മത്രസ്യയ്ക്ക് സ്വർഗീയ ദർശനങ്ങൾ കിട്ടുമായിരുന്നു. ആ സ്വർഗീയ ദർശനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തെക്കുറിച്ചും അല്ലെങ്കിൽ നരകത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ദർശനങ്ങൾ കിട്ടുമായിരുന്നു എന്ന് പറയാറുണ്ട്.
അത് സഭ ഔദ്യോഗികമായിട്ട് പോലും അമ്മ ത്രേസ്യയുടെ വെളിപാടുകൾ, ദർശനങ്ങൾ സ്വീകരിക്കാൻ ഇപ്പോൾ വിശുദ്ധ ഫൗസ്തീനയുടെയും വെളിപാടുകൾ, സന്ദർശനങ്ങൾ സഭ വളരെ ഗൗരവമായിട്ട് സ്വീകരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും, വിശുദ്ധ ഫൗസ്തീന, വിശുദ്ധ അമ്മ ത്രേസ്യ, ഇവരുടെ വെളിപാടുകൾ പറയുന്നത് ഇവർ നരകം ഇവർക്ക് കാണിച്ചിട്ടുണ്ട്. നരകം എന്നത് യാഥാർത്ഥ്യം, അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ ദൈവം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കൊച്ചുറസ്യ പുണ്യതയ്ക്കും കിട്ടിയിട്ടുണ്ട്. നരകം എന്ന യാഥാർത്ഥ്യം അതേപോലെ ദൈവം വെളിപാടിലൂടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ പ്രാർത്ഥനയിരിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഇവരുടെ ആത്മാവ് ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഭവമുണ്ട്. അത് വിശുദ്ധർക്ക് ദൈവം കൊടുക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കുന്ന, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ജീവൻ നയിക്കുന്ന ആളുകൾക്ക് ദൈവം അങ്ങനെയുള്ള ചില കൃപ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് നരകം കാണിച്ചു കൊടുത്തു. അപ്പം അമ്മ ത്രേസ്യ പറയാണ്, ഞാൻ നരകം വ്യക്തമായിട്ട് ദൈവം എനിക്ക് കാണിച്ചു, എന്നെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ കാണാൻ പറ്റും അഗ്നി തടാകം കിടക്കുന്നു. 10,000-കണക്കിന് കോടിക്കണക്കിന് ആത്മാക്കൾ ഈ അഗ്നി തടാകത്തിൽ കിടന്ന് പീഡ അനുഭവിക്കുന്നത് ഞാൻ കണ്ടു. കരിഞ്ഞുണങ്ങിയ ആത്മാക്കളെ കണ്ടു, നിലവിളിക്കുന്ന ആത്മാക്കളെ ഞാൻ കണ്ടു. അതൊരു ഭീകരമായ സംഭവമായിരുന്നു. എൻ്റെ മനസ്സിന് അതൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സംഭവമായിട്ട് മാറുന്നു. എനിക്കത് കാണുകയേ വേണ്ടാന്ന് ഞാൻ ദൈവത്തെ, കാരണം അവരുടെ നിലവിളി സഹിക്കാൻ മേലാത്ത നിലവിളി തന്നെയായിരുന്നു. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, അതിൽ എല്ലാ മേഖലയിലും പെട്ടവരുണ്ടായിരുന്നു പറയുന്നുണ്ട്. വൈദികരുണ്ടായിരുന്നു, സന്യസ്തരുണ്ടായിരുന്നു, ദൈവമക്കളുണ്ടായിരുന്നു, നാനാജാതി ആൾക്കാരുണ്ടായിരുന്നു, പലതരത്തിലുള്ള ആളുകൾ അത് കിടപ്പുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഇവരെല്ലാം പറയുന്നൊരു കാര്യം ഇതാണ്, ഞങ്ങൾക്ക് പരിചയമുണ്ടായിരുന്ന ആളുകൾ പോലും അതിൽ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങളോർത്ത് അവർ വിശുദ്ധരാണെന്ന് ഞങ്ങൾ ഭൂമിയിൽ വെച്ച് ഞങ്ങൾ വിചാരിച്ചുവെങ്കിലും മരണാനന്തരം അവർ നിത്യനരകാഗ്നിയുടെ പീഡ അനുഭവിക്കുന്നത് കണ്ടുവെന്ന് ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി, സംഭവിക്കുക സത്യമാണിത്, ഇത് സത്യം തന്നെയാണ്. സർവ്വടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, സർവ്വടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അമേരിക്കയിൽ വൈദികൻ ഫാദർ ജോസഫ് എന്നൊരു വൈദികനുണ്ട്. അച്ഛൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റതുപോലത്തെ സംഭവം ഉണ്ടായ ആളാണ്. അച്ഛൻ മരിച്ചിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞാണ് അച്ഛന് ജീവനിലേക്ക് തിരിച്ചു വരുന്ന ഒരു സംഭവമുണ്ട്. അത് ലോകം മുഴുവൻ തന്നെ അത് അറിഞ്ഞിട്ടുള്ള സംഭവമാണ്. ഒരു പക്ഷേ നിങ്ങളെല്ലാവരും തന്നെ അത് യൂട്യൂബിലൂടെ അത് ചിലപ്പോൾ ചില ആൾ കണ്ടിട്ടുണ്ടാകും ഞാൻ കരുതുകയാണ്. അപ്പോൾ അതിനകത്ത് അച്ഛൻ പറയുന്നുണ്ട്, അച്ഛനെ 3 മണിക്കൂർ നേരം ഈ ഒരു ദൈവദൂതൻ എടുത്തോണ്ട് പോകുന്ന കാര്യമാണ്. അച്ഛനിങ്ങനെ റോഡിൽ കിടന്ന് അപകടത്തിൽ കേരളത്തിൽ വെച്ച് മരിച്ച സംഭവമാണ്. അപ്പോൾ അച്ഛനെ എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകുന്നു. ആശുപത്രി ചെന്ന് ഡോക്ടർ പരിശോധിച്ച് നോക്കുമ്പോൾ അച്ഛൻ 100% മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അച്ഛനെ ശവം കൊണ്ടുപോയിട്ട് മോർച്ചറി കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് അച്ഛൻ്റെ വീട്ടുകാരെ, ബന്ധുക്കളെയൊക്കെ വിളിച്ചു. അവരെല്ലാം ഇങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സമയത്തുണ്ടായ സംഭവമാണ്. അതായത് അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്നും മാറി, എനിക്ക് കാണാമായിരുന്നു വ്യക്തമായിട്ട് എൻ്റെ ഡെഡ് ബോഡി നിലത്ത് കിടക്കുന്നത് എനിക്ക് കാണാം. എൻ്റെ ഡെഡ് ബോഡി ആളുകൾ എടുക്കുന്നത് ഞാൻ കണ്ടു. അവരെടുക്കുന്നത്, എടുത്തുകൊണ്ട് ഇവർ ഹോസ്പിറ്റലിലോട്ട് ഓടുന്നത് ഞാൻ കണ്ടു. ഞാനിതിൽ നിന്ന് മാറുന്നുണ്ട്, അത് വ്യക്തമായിട്ട് കണ്ടു. ആ സമയത്ത് ഒരു ദൈവദൂതൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, നിനക്ക് 3 മണിക്കൂർ നേരം ദൈവം തന്നിട്ടുണ്ട്. ഈ 3 മണിക്കൂർ കൊണ്ട് നിന്നെ നരകവും ശുദ്ധീകരണ സ്ഥലവും സ്വർഗവും കാണിക്കണമെന്ന് എന്നോട് ദൈവം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നീ ഇത് കണ്ടിട്ട് നീ നീ ലോകത്തിലേക്ക് ചെന്നിട്ട് നീ ആളുകളോട് പറയണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ്. നരകം കാണിച്ചു കൊടുത്തെന്ന് പറയും, വ്യക്തമായിട്ട് കാണിച്ചു പോകുമ്പോൾ അതിൻ്റെ അച്ഛൻ എഴുതിയ ആ പേപ്പർ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് സംഭവം. അച്ഛൻ പറയുന്നുണ്ട്, അതായത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ നരകാഗ്നി കണ്ട്, ഞാൻ അതിലെല്ലാത്തരം ആളുകൾ, അദ്ദേഹം പറയുന്നുണ്ട്, വൈദികരും സന്യസ്തരും ദൈവമക്കളും എല്ലാത്തരം ആളുകളുണ്ട്. പ്രത്യേകിച്ച് വ്യഭിചാരം, മദ്യപാനം, മ്ലേച്ഛപാപങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർ, വിഗ്രഹാരാധനയും മുഴുകി ജീവിക്കുന്നവർ, ധനാസക്തിയും മുഴുവൻ നിൽക്കുന്നവർ, അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞു, എനിക്ക് അടുത്തറിയാവുന്ന ആളുകളുണ്ടായിരുന്നതിൽ അതിന് പേരെഴുതുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ട് ഞാൻ ആരുടെ പേര് പറയത്തില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ അച്ഛനെയും കൊണ്ട് അടുത്ത് പോകുന്നത് ശുദ്ധീകരണ സ്ഥലം കാണാം. അവിടെയും ഇതേപോലെ തന്നെ സംഭവം കണ്ടു. അവരിങ്ങനെ ഈ അച്ഛനെ കണ്ടപ്പോൾ ഓടി ആത്മാക്കൾ വന്നിട്ട് അച്ഛൻ പറഞ്ഞു, എനിക്ക് പരിചയമുള്ള ഒത്തിരി ആളുകൾ, മരിച്ചുപോയവർ ഞാൻ കണ്ടു, എല്ലാവരും എൻ്റെ അടുത്ത് ഓടിയെത്തി.
അവരെന്നോട് നന്ദി പറഞ്ഞു. കാരണം ഈ അച്ഛനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അച്ഛൻ തൻ്റെ കുർബാനകൾ അർപ്പിക്കുമ്പോൾ എല്ലാ കുർബാനയിലും ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഈ ആത്മാക്കൾ ഓടി വന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, താങ്ക്സ് പറയുന്നതായിട്ട് ഓരോരുത്തരും വന്ന് താങ്ക്സ് പറയുന്ന സംഭവം. മൂന്നാമത് ഈ അച്ഛനെയും കൊണ്ട് സ്വർഗം കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. സ്വർഗം മുഴുവൻ ചുറ്റി നടന്ന് കാണും. അപ്പോൾ അവിടെ പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു. പലരും ഈ ഭൂമി വെച്ച് നരകാഗ്നിയിലായിരിക്കുമെന്ന് ഞാൻ കരുതിയ പലരും അവിടെ സ്വർഗത്തിലുണ്ടായിരുന്നു. സ്വർഗത്തിലായിരിക്കുമെന്ന് ഞാൻ കരുതിയ പല ആളുകളും അവിടെ ഇല്ലായിരുന്നു. അച്ഛനത് വളരെ അനുഭവമാണ്. അച്ഛനും ഇതുപോലെ നേരെ കാണും സംഭവം. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭ നമ്മളോട് മാനസാന്തരപ്പെടാൻ, അനുദപിക്കുവാൻ, കരുണയുടെ വാതിലൂടെ പ്രവേശിക്കാൻ സഭ പറയുമ്പോൾ അതിനകത്ത് വളരെയധികം അർത്ഥങ്ങളുണ്ട്. അതൊരു ആത്മാവിൻ്റെ തലമാണിത്. ആത്മാവിന് വില കൊടുക്കാതെ ലോകത്തിന് വില കൊടുക്കുന്നവൻ ഭോഷനാണവൻ. ഉച്ചത്തിൽ പ്രാർത്ഥിക്കട്ടെ. വിടുതൽ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ കൂട്ടായ്മയിലും ദേശം മുഴുവനിലേക്ക് കടന്നു വരണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഒറ്റ വിളിച്ചോയേ. കുടുംബങ്ങളുടെ തടസ്സങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ മക്കളിലേക്കും കർത്താവേ അങ്ങയുടെ തിരുരക്തം തളിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തിരിച്ചോര തളിക്കണം. തിരുരക്തം ഒഴുക്കണം. ഈശോയെ, ഓരോ വ്യക്തിക്ക് അത് അനുഭവം കൊടുക്കണം. അനുഭവം മാത്രം മതി കർത്താവ്. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങൾ കഴുകണം. ഓരോ പരിശുദ്ധ കുർബാന ഈ സമയത്ത് അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ലോകം മുഴുവൻ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്ന് സിദ്ധപ്പെടുന്ന തിരുരക്തം കൊണ്ട് ഇപ്പോൾ ഈ കൂട്ടായ്മയെ കഴുകണേ, വിശുദ്ധീകരിക്കണേ. ഒറ്റ വിളിച്ചോയേ. വലിയൊരു തിന്മയുടെ ബന്ധനം, പൈശാചിക ശക്തി ഈ കൂട്ടായ്മയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ടും, ഈ കൂട്ടായ്മയിലേക്ക് ആത്മാവ് ഇറങ്ങുന്നതായിട്ട്, പരിശുദ്ധാത്മാവ്, സത്യാത്മാവ് പ്രവർത്തിക്കുന്ന, വെളിപ്പെട്ട് കിട്ടുന്ന കരങ്ങൾ ഉയർത്തിച്ചേ. പോരാ, ഉച്ചത്തില് ഈശോയുടെ പരിശുദ്ധ രക്തം ഈ സ്ഥലത്ത് തളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നു. ഒറ്റ വിളിച്ചോ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയുള്ള മുഴുവൻ തിന്മയുടെ അരൂപികളെ കൂട്ടത്തോടെ ബന്ധിക്കുന്നു. ദേശത്തിന്റെ കേട്ടഴിക്കുന്നു. വചനം കേൾക്കാൻ, സുവിശേഷത്തിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മക്കളിലും തിന്മയുടെ ശുദ്ധരെ ബന്ധിക്കുന്നു. ഒറ്റ വിളി കരമെടുത്ത് ഈശോയേ. സ്തുതിക്കുന്നു.